വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നോബിളുണ്ട്. നോബിൾ, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ ഇന്നലെ മുകുൾ വാസ്നിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറിച്ചു പിടിക്കേണ്ടിയിരുന്ന കടലാസ് തിരിച്ചു പിടിച്ചപ്പോൾ അതിൽ KPCC പ്രസിഡന്റിൻ്റെതടക്കമുള്ള പ്രിഫറൻസുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് BD ക്യാമ്പിനും RC ക്യാമ്പിനും ചെറുതല്ലാത്ത തലവേദനയാണ് ഉണ്ടാക്കുക. കാര്യം ഇതിപ്പോൾ നമ്മൾ പറയുന്നതല്ല, വ്യക്തമാണ്. ആ ഡോക്യുമെന്റ് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC പ്രസിഡന്റ് MLA എന്ന നിലയിൽ KC വേണുഗോപാൽ തന്നെ വരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. KPCC പ്രസിഡന്റ് ആയിരിക്കവെയാണ് സണ്ണി ജോസഫ് അങ്ങനെ ഒരു പ്രിഫറൻസ് രേഖപ്പെടുത്തുന്നത്. A ഗ്രൂപ്പിലുള്ള നേതാക്കളും KCക്ക് വേണ്ടിയിട്ട് അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തതും എല്ലാം ശരിയായി വരുന്നു എന്നുള്ളതാണ്. ഇതിൽ VDയുടെ പേര് ഒരാൾ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യവും. നോബൽ മാനിക്കാരൻ, അരുൺ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് നോബുകൾ കാണാൻ കഴിയും ആർക്കാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്നുള്ളത്. ആദ്യ നിലയിൽ മൊത്തം KC അനുകൂലികളാണ് ഉള്ളത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഇതിൽ അങ്ങനെ ഒരു നിലപാട് എന്താണെങ്കിലും നിരീക്ഷകരെ കണ്ടപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും രഹസ്യമായി MLA-മാരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് നിരീക്ഷകരെ അയച്ചത്. എന്താണെങ്കിലും ഈ ഫോട്ടോ പുറത്തു വന്നതോടെ അതിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷരായി അല്ലെങ്കിൽ പറഞ്ഞ രഹസ്യമായി വിവരം പറഞ്ഞ MLA-മാരൊക്കെ ഇപ്പോൾ ആർക്കാണ് പിന്തുണ നൽകിയതെന്ന് കൃത്യമായി തന്നെ വ്യക്തമായിരിക്കുന്നു. എന്താണെങ്കിലും KC വേണുഗോപാലിന് പിന്തുണ ആദ്യഘട്ടം മുതൽ തന്നെ MLA-മാരുടെ ഭാഗത്ത് ഭൂരിഭാഗം MLA-മാരുടെ ഭാഗത്ത് ഉണ്ട് എന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിപ്പോൾ ശരിവെക്കുന്നതാണ്. ആദ്യത്തെ ലിസ്റ്റിലെ ഈ പേരുകൾ കാണുമ്പോൾ താഴത്തേക്കും അതേ പേരുകൾ KC തന്നെയാണ് കൂടുതൽ ഉള്ളത് എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ MLA-മാരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KC വേണുഗോപാൽ തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കം ഉള്ളത് എന്ന് ഉറപ്പിക്കാനും കഴിയും. പക്ഷേ മറ്റ് ഘടകങ്ങൾ കൂടി ഇതിൽ നോക്കേണ്ടതുണ്ട് എന്നാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ നിലവിൽ മത്സരിക്കാത്ത ഒരാളാണ്. ലോക്സഭാ അംഗമാണ്. ലോക്സഭാ അംഗങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് K. സുധാകരനും MK രാഘവനും അടൂർ പ്രകാശും ഒക്കെ മത്സരിക്കാൻ സന്നദ്ധരായിരുന്നപ്പോൾ MP-മാർ മത്സരിക്കേണ്ടതില്ല നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം MP-ആയ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് എന്താണെങ്കിലും വിലയിരുത്തും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും എത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ, അതായത് നിരീക്ഷകർ ഇന്ന് ഉച്ചയ്ക്ക് മുൻപോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഇവിടെ എത്തിക്കൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ചർച്ചകൾ എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ. നിലവിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉള്ളത് ഹരിയാനയിലേക്കാണ്. അതോടെ അദ്ദേഹം ചില പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം വൈകിട്ട് രാഹുൽ ഗാന്ധിയും മടങ്ങിയെത്തും. അതോടെ കൂടുതൽ ചർച്ചകൾ സജീവമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ തന്നെ നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. ദില്ലിയിലെത്തി നേതാക്കളുമായി കൂടിയാലോചനകൾ ചർച്ചകളൊക്കെ നടത്തിയ ശേഷം മറ്റന്നാൾ ഞായറാഴ്ച ഒരു പ്രഖ്യാപനം എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമായും നിലവിൽ സമവായം അടക്കം ഉണ്ടായിക്കൊണ്ട് ആരെയും അതൃപ്തിയോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഒരു സമവായം ഉണ്ടായിക്കൊണ്ട് ഒറ്റ പേരിലേക്ക് എത്തുക എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും KC വേണുഗോപാൽ തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഫോട്ടോ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്രയധികം MLA-മാരുടെ വികാരം KCക്ക് ഒപ്പമാണ്. പക്ഷേ മറ്റ് ഘടകങ്ങൾ കൂടി നോക്കുമ്പോൾ ഒരുപക്ഷേ KCക്ക് നറുക്ക് വീഴാതിരുന്നെങ്കിൽ അത് തീർച്ചയായും മറ്റ് ആരിലേക്കായിരിക്കും പോവുക എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്നലെ ഈ ദേശീയ മാധ്യമത്തിൽ VD സതീശൻ നൽകിയ ഈ അഭിമുഖത്തിലൊക്കെ വലിയ തരത്തിൽ അദ്ദേഹം ഉയർത്തിയ പല വാദങ്ങളിലും കടുത്ത അതൃപ്തി എന്താണെങ്കിലും നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദനെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്ന ആൾ ഇത്തരത്തിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് നരേന്ദ്രമോദിയെ പോലുള്ള ആളുകളെയാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് എന്ന്, പരാജയത്തിന് കാരണം സംഘടനാ സംവിധാനത്തിൽ ദൗർബല്യമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ലീഡർഷിപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് ചില നേതാക്കളാണെങ്കിലും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ സജീവമായി തന്നെ പരിഗണിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ശക്തി പ്രകടനങ്ങളെ കൃത്യമായി തന്നെ ഒരു വെല്ലുവിളിയായി തന്നെയാണ് നിരീക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ച് നിരീക്ഷകർ സംസ്ഥാനത്ത് നിഷ്പക്ഷമായി തന്നെ MLA-മാരുടെ നിലപാടുകൾ ശേഖരിക്കാൻ വന്ന ഘട്ടത്തിൽ അവരെ സമ്മർദ്ദരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ പ്രകടനങ്ങളൊക്കെ നടന്നത് എന്നാണ് അവരും വിലയിരുത്തുന്നത്. അതൊക്കെ കൃത്യമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയായിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഇന്നിപ്പോൾ റിപ്പോർട്ട് നൽകുക. എന്താണെങ്കിലും നാളെ മുതൽ നേതാക്കൾ ദില്ലിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നീട് ചർച്ചകൾ നാളെ ദില്ലിയിൽ പൂർത്തിയാക്കി മറ്റന്നാൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടുത്തേക്ക് അല്പസമയത്തിനകം തന്നെ മുകുൾ വാസ്നിക്കും അതോടൊപ്പം തന്നെ അജയ് മാക്കറും എത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അരുൺ, ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, പട്ടിക പുറത്തായത് കോൺഗ്രസിനെ വെട്ടിലാക്കുമല്ലോ TV പ്രസാദ്. അതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം KCക്കാണ് പ്രിഫറൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകം KCക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഇതിപ്പോൾ മുകുൾ വാസ്നിക്ക് അത് ആ ഫയലും എടുത്ത് വരുന്നത് കാണുമ്പോൾ അത് ആരെയോ കാണിക്കാനുള്ളത് പോലെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാമായിരുന്നു. കൃത്യമായി അതേ പേജ്
പുറത്ത് കാണുന്ന രീതിയിൽ തന്നെയാണ് പിടിച്ചു വെച്ചത്. മാത്രമല്ല അരുൺ പറഞ്ഞതുപോലെ അതിൽ KPCC അധ്യക്ഷന്റെ പിന്തുണ ഉൾപ്പെടെ കാണുന്ന ഭാഗമാണ് പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനാണ്. നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന പട്ടികയിൽ പുതുമയിലുള്ള നീലകണ്ഠൻ മാത്രമാണ് ഒരു അഭിപ്രായം പറയാതെ മാറ്റിവെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തോളൂ എന്ന രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മറ്റ് നമ്മൾ കാണുന്ന 9 പേരിൽ 8 പേരുടെയും പിന്തുണ KC ആണ്. അതിലൊരാൾ മാത്രമാണ് KC+RC ഉള്ളത്. KC ആയാലും RC ആയാലും കുഴപ്പമില്ല എന്നുള്ളതായിരിക്കാം. എന്തായാലും ഈ പട്ടിക പുറത്തു വന്നത് വലിയ അലോസരമുണ്ടാക്കുന്നത് VD സതീശനാണ് എന്നുള്ളതാണ്. കാരണം പുറത്തു വന്ന 9 പേരിൽ ഒരാൾ പോലും VD സതീശനെ പിന്തുണച്ചില്ല നിരീക്ഷകരുടെ മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വളരെ രഹസ്യമായി അവർ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ് ഇപ്പോൾ ഡോക്യുമെൻ്റായി ഇന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം KC വേണുഗോപാലിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരിൽ ഇന്നലെ ഒരുപക്ഷെ KC പറഞ്ഞ കണക്കിനോട് അടുത്ത MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും.